സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആഴ്ചകൾ കടന്നുപോയി. ഇവരുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു. ഒരു ഭാഗത്ത് ഇകാശ് ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. താനായിട്ട് ഇനി വല്ലതും ചെയ്തു കഴിഞ്ഞാൽ വിഷ്ണുദാസിന് പിന്നെ അത് മതിയാകുമല്ലോ അടുത്ത പ്രശ്നത്തിന്. തൃശൂൽ അന്നേരം ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും ലണ്ടനിൽ വളർന്നതുകൊണ്ട് തന്നെയും സത്യത്തിൽ തന്നോട് ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചിന്ത ഇകാശിലൂടെ കടന്നുപോയിരുന്നു. ഒന്ന് മാത്രം അവൻ ഉറപ്പായിരുന്നു, താൻ തൃശൂലിനെ പ്രണയിക്കുന്നു എന്നത്. എന്നാൽ ഇകാശ് തന്നോട് അകൽച്ച കാണിക്കുന്നത് തൃശൂലിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ചൈതുവിനോടടുക്കാൻ ഋഷി ഇപ്പോഴും പാടുപെട്ടോണ്ടിരിക്കുകയാണ്. എന്നാൽ ചൈതു അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. ചൈതു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കാര്യമുള്ളത് കൊണ്ട് തന്നെ ഋഷിക്ക് അതിനൊന്നും ഉത്തരവില്ലായിരുന്നു. എന്നാലും ഋഷി ഇപ്പോഴും ചൈതുവിനെ മെരുക്കാനുള്ള നടപ്പിലാണ്. ഇതേ സമയം ആരവും ത്രിലോകും തൃശൂലിനെ എങ്ങനെ പിന്തിരിപ്പിക്കാം എന്നുള്ള ആലോചനയിലായിരുന്നു. കാരണം വിഷ്ണുദാസ് തന്നെയാണ്. എന്നാൽ തൃശൂലിനെ പറ്റി ത്രിലോകിന് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിലാണ് പുള്ളി. ഇന്ന് അവനെ കണ്ട് സംസാരിക്കാൻ പോവുകയാണ് അവർ. മുസാൻ തന്റെ ജോലി വളരെ നല്ലതായിട്ട് അവസാനിപ്പിച്ച് ഇന്ന് തിരിച്ചു വരികയാണ്. എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ മുസാന്റെ വരവിലൂടെ അറിയാം. അവൻ മാത്രമല്ല വരുന്നേ, നമ്മുടെ റോയ് രായ്ചന്ദ് ചൗധരിയും വിഷ്ണുദാസും ഓൺ ദ വേ ആണ്. ഞാൻ വിചാരിച്ചോലെ ഇവിടെ തന്നെ ഉണ്ടപ്പോൾ. കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ഓഫീസിൽ പോകാത്തതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ കാശ. എൻ്റെ മുന്നേ ഇങ്ങേരിക്ക് വല്ല തലയ്ക്കോളമാണോ? എന്നാൽ എന്നോട് നേരെ മിണ്ടത്തൂല്ല, എൻ്റെ മുമ്പ് വന്ന് നേരെ നിൽക്കത്തൂല്ല. എന്നെ കാണുമ്പോൾ പ്രേതം കയറിയ പോലെയാണ് കാണിക്കുന്നത്. എന്തായാലും ഇന്ന് പോയൊന്നും മിണ്ടാം. നീ എണീറ്റോ? അല്ല, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? എന്തു പറ്റിയടാ? എന്താ നീ ഇങ്ങനെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ? നീ എണീറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ എന്തായാലും ആക്കിയിട്ടുണ്ടേ. നാളെ തൊട്ട് ഞാൻ ഓഫീസിൽ പോവാം. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേറെ സീനൊന്നുമില്ല. മേ ബി ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആകുമ്പോഴത്തേക്കും ഋഷിങ് വരും. അപ്പോൾ ഞാൻ ഓഫീസിൽ പോയതിന് ശേഷം നീ ഒറ്റയ്ക്കാവത്തില്ല ഏതായാലും. പിന്നെ മുസാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. ഋഷിയും മുസാനൊക്കെ നിന്നെക്കുറിച്ച് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഉറക്കാമെന്ന്. കുറച്ചു മുന്നേ വിളിച്ചേ. എന്തായാലും ഞാനിതൊന്ന് വയ്ക്കട്ടെ. എനിക്കിപ്പോൾ അതൊന്നും അല്ല അറിയണ്ട. എൻ്റെ അടുത്ത് എന്തിനാ ഗ്യാപ്പ് കാണിക്കുന്നതെന്നോ.
ആ ആ ആ, ആ ആ മുസാനേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറക്കമായിരുന്നോണ്ട് എടുക്കാത്ത. ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? വേണ്ട വേണ്ട, ഇത് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ, അത് ഞാൻ തന്നെ ചെയ്തോളാം. നീ നീ അവിടെ പോയിരുന്നോ. അത് സാരമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ എന്തിനും ചെയ്യാം. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തോളാം. നീ അവിടെ പോയിരുന്നേ. എവിടെ? എന്നത്തെയും പോലെ ഡൈനിങ് ടേബിളിലാണോ? അതെന്താ ഞാനിവിടെ നിന്നാൽ ഈ ഗാഷിൻ്റെ അടുത്ത്? അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഇല്ലല്ലോ. ഇതിപ്പോൾ എനിക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. എന്നും അങ്ങനെ തന്നെയാണല്ലോ, അതുകൊണ്ടല്ലേ നിന്നോട് അവിടെ പോയി ഇരിക്കാൻ പറയുന്നത്. പോയിരുന്നോ. അങ്ങനെയാണല്ലേ, അല്ലാണ്ട് എന്നെയോ എൻ്റെ ഈ മുഖത്ത് കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. അത് പറയാതെ പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗാഷിൻ്റെ അടുത്ത്. എന്തിനാ എന്നെങ്കിലും അവോയ്ഡ് ചെയ്യുന്നതെന്നെങ്കിലും പറയുമോ? നീ എന്തൊക്കെയാണ് പറയുന്നത്? അവോയ്ഡ് ചെയ്തെന്നോ? ആര്? ഞാനോ? ഞാനെന്തിനാ അവോയ്ഡ് ചെയ്യുന്നത്? നിനക്ക് ചിലപ്പം തോന്നിയതായിരിക്കും. നീ അവിടെ പോയിരിക്കും. ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എനിക്കങ്ങനെ സംസാരിക്കണ്ടെങ്കിലോ? കുറേ ദിവസമായി, ഓൾമോസ്റ്റ് 1 വീക്കായി ഇങ്കാശ് ഇങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യുന്നത്. എന്തിനാന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ മനുഷ്യനാ, അത് മാത്രം ഇങ്കാശിനോട് ഓർത്താൽ മതി. അല്ലെങ്കിൽ 2 ചീത്തെങ്കിലും പറയായിരുന്നു. ഇതെല്ലാ സ്ഥലത്തും എന്നെ ഓട്ടിച്ചു വിടാം. ഇങ്കാശിന് മുമ്പ് പോലും എന്നെ വരാൻ സമ്മതിക്കത്തില്ല. പണ്ട് ദേഷ്യം വരുമ്പോൾ പിടിച്ച് കിസെങ്കിലും ചെയ്യുമായിരുന്നു, ഇപ്പം അതുമില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് പറ, എന്നാ ഞാൻ പോവാം. ഇംഗ്ലീഷിന് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ലാസ്റ്റ് എന്നാ എന്നോട് നേരെ ചെവി മിണ്ടിയെന്നറിയോ, എൻ്റെ അടുത്ത് നിന്നേന്നറിയോ? അവരൊക്കെ പോകുന്നതിൻ്റെ അതിന് ശേഷം ഒരിക്കലെങ്കിലും ഇംഗ്ലീഷിനോടൊന്ന് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞതല്ലേ എനിക്കിഷ്ടാന്ന് ഇംഗ്ലീഷിന് ഇഷ്ടാന്നൊക്കെ. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? പറ. തൃശു, കരയാതെ. അത് ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡായിരുന്നു. നീ ഒന്ന് എന്നോട് പറഞ്ഞതൊക്കെ ശരിക്കുമാണോ? നീ പുറത്തൊക്കെ വളർന്നതല്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വല്ല അബദ്ധവും പറ്റിപ്പോയാൽ അത് 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 പ്രശ്നമായാലോ? പ്രശ്നമാവുന്നതിനെക്കുറിച്ച് എനിക്ക് പേടിയില്ല. പക്ഷെ നിൻ്റെ അച്ഛൻ അയാളെങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. അതൊക്കെ ഓർത്തിട്ട് കുറച്ച് ടൈം വേണമായിരുന്നു. അതാ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടത്. നീ ഇങ്ങനെ കരയാതെ. എടാ, നീ ഇനി എങ്ങനെയൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും എൻ്റെ കാര്യം, എൻ്റെ സൈഡ് എനിക്ക് കൺഫേംഡാണ്. ഐ ലവ് യു, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിൻ്റെ സൈഡിലായിരുന്നു. കൺഫ്യൂസ്ഡ് അല്ല, പക്ഷെ എന്തൊക്കെയോ ചെറിയ ചെറിയ തടസ്സങ്ങൾ, അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറി നിന്നത്. ഞാൻ മാറി നിന്നില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി വല്ലതും പറ്റിപ്പോയാലോ എന്ന് പേടിച്ചു. അല്ലാണ്ട് വേറൊന്നുമില്ല. നീ ഇങ്ങനെ കരയാതെ. ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഇംഗ്ലീഷ് തന്നെ പറ. ഇതൊക്കെ എന്നോട് പറഞ്ഞാലെന്താ? ഞാൻ അറിഞ്ഞാലെന്താ? ഞാൻ എന്തോത്രം വിഷമിച്ചെന്നറിയോ, എന്തോത്രം കരഞ്ഞെന്നറിയോ? അന്ന് ലാസ്റ്റ് കിസ് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് ഗസ്റ്റ് റൂമിലല്ലേ കിടക്കുന്ന, റൂമിൽ വന്നിട്ടുണ്ടോ? ഞാൻ ഉറങ്ങിയതിന് ശേഷം എന്നെ വന്ന് നോക്കിയിട്ട് പോവും. എന്തിനാ? ഇംഗ്ലീഷ് ആരോ എൻ്റെ അമ്മയോ? എനിക്ക് എന്തിഷ്ടമാണെന്നറിയോ ഇംഗ്ലീഷിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഒന്നും ഞാൻ നോക്കുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. എന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ പിന്നെ എന്തോ ചെയ്യണ്ടേ? കരയാതെ. ഇത് നേരത്താണാവോ എന്തോ. തൃശു, ഞാൻ കുറച്ച് ഓവർ തിങ്ക് ചെയ്ത് കൂട്ടിയതാ, ഇല്ല എന്ന് പറയുന്നില്ല. ഐ എം സോറി.
രക്തം കരയാതെ കരയല്ലേ. സോറി, പ്ലീസ് പ്ലീസ്. എന്താ എന്താ നീ കിസിന് മാറിയ? അത് ഡോർ ബെല്ലടിച്ചായിരുന്നു. അല്ല, ഡോറിലാരോ ബെല്ലടിച്ചു. ഇല്ലല്ലോ, നിനക്ക് തോന്നിയതാ? ബാ, ലെറ്റ്സ് കണ്ടിന്യൂ. ഞാൻ പറഞ്ഞില്ലേ, ആരോ റിലാക്സ്. മേ ബി ശരിയായിരിക്കാം, നേരത്തെ ബെല്ലടിച്ചായിരിക്കും, ഞാൻ കേട്ടുമിരിക്കാം. അപ്പോൾ ബാക്കി നമുക്ക് പിന്നോട് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഞാൻ പോയി നോക്കട്ടെ അതാരാന്നോ. ഈ ഡ്രസ്സൊക്കെ നേരെയാക്കി മുടിയൊക്കെ നേരെയാക്കിയിട്ട് നിൽക്കാം കേട്ടോ. ഓക്കെ. എൻ്റെ അമ്മേ, അപ്പോൾ ഈ ഗേൾസിന് എന്നെ ശരിക്കും ഇപ്പോഴും ഇഷ്ടമായിരുന്നോ? പിന്നെ എന്തിനാ എന്നെ ഓടിയത്? ഞാൻ ലണ്ടനിൽ വളർന്നതുകൊണ്ട് എന്താ എനിക്ക് ട്രൂ ലവ് ഉണ്ടാവത്തില്ല? ഇപ്പം എന്ത് സ്റ്റാർട്ട് ചെയ്താലും അപ്പം ആരെങ്കിലും വരും. എന്തൊരു കഷ്ടമാണ്. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാനുള്ളായിരുന്നു. ആരാ? ആ, നീയായിരുന്നോ? എടാ, നീ വന്ന ടൈമിൽ നിനക്ക് എൻ്റെ ഫോണിൽ കൂടെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? കഥവ് ഞാൻ അടച്ചിട്ടില്ലായിരുന്നു. അതിപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ അമ്മയെ അവനങ്ങാണം കയറി അടുക്കളയിലോട്ട് വന്നിരുന്നെങ്കിൽ. നീ എപ്പോഴാണ് വന്നേ? അല്ല, നീ എങ്ങനെ വന്നേ? വണ്ടിയും കാറൊന്നും ഇല്ലാണ്ട്. ഞാൻ ലിഫ്റ്റ് അടിച്ചടാ. ഇപ്പം പിന്നെ വെള്ളപ്പൊക്കമൊക്കെ കുറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വരാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ട് ഞാൻ ലിഫ്റ്റ് അടിച്ചു. അല്ല, നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? നീ എന്നോട് പറഞ്ഞില്ലേ നീ നാളത്തോട്ടേ പോകുന്നുള്ളൂന്ന്? അല്ല, നമ്മുടെ താരം എവിടെ? തൃശ്ശൂർ. അല്ലടാ, ചൈതുവിൻ്റെ ഋഷിൻ്റെ കാര്യം എന്തായി?
ഒരു വിവരമില്ലല്ലോ രണ്ടും കൂടി വാരിക്കെട്ടി പോയിട്ട്. ചൈതുവിൻ്റെ ഫോണിലാണെങ്കിൽ വിളിച്ച ഔട്ട് ഓഫ് കവറേജാ. അവർ ഫാം ഹൗസിലല്ലേ. നിന്റെ ഫാം ഹൗസ് അല്ലേ എനിക്കറിയാം. പണ്ട് കോളേജ് പഠിക്കുമ്പോൾ നമ്മളോട് പോയിട്ടുണ്ടല്ലോ. ആ ഒരു കട്ട പോലും റേഞ്ച് ഇല്ലാത്ത കാട്ടിനകത്തല്ലേ. വെറുതെ അല്ല അവനെ വിളിച്ചിട്ട് കിട്ടാത്തത്. പിന്നെ ഋഷിയെ കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അവനെ വിളിച്ചപ്പോൾ അവനെയും കിട്ടുന്നില്ല. പിന്നെ എന്തെങ്കിലും അറിയാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ വിളിച്ചാൽ അതിനെയും കിട്ടത്തില്ല. എൻ്റെ അച്ഛന് ഗതി കേട്ടാ ഞാൻ നിന്നെ വിളിച്ചത്. നിന്നെ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. നീ പിന്നെ ഫോൺ എടുക്കുന്ന സ്വഭാവക്കാരനല്ലല്ലോ. ആ അറ്റ് ലാസ്റ്റ് നിനക്ക് എന്തോ തോന്നിയിട്ടല്ലേ നീ കോൾ എടുത്തത് അല്ലേ? എവിടെ നമ്മുടെ തൃശ്ശൂർ വിഷ്ണുദാസ്? ആ ഞാൻ പറഞ്ഞില്ലടാ, മനഃപൂർവ്വം എടുക്കാത്തതല്ല. ഒരു കോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും കോൾ എടുക്കണം. അതിനേക്കാളും നല്ലത് ആരുടെയും കോൾ എടുക്കാതിരിക്കുന്നതല്ലേ. അതാകുമ്പോൾ ആർക്കും വിഷമാവത്തുമില്ല. ആ തൃശ്ശൂർ, ദേ വരുന്നു. ഞങ്ങൾ കിച്ചണിലായിരുന്നു. ഞാൻ ചെറുതായിട്ട് കാപ്പി പ്രിപ്പറേഷൻ സംഭവമൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതിൻ്റെ പറയായിരുന്നു. അവനവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ സംസാരിക്കേ, ഞാനൊരു കാര്യം ചെയ്യാം. അത് ബാലൻസ് കൂടി ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ശരി എന്നാ. ഹലോ, എക്സ്ക്യൂസ് മീ. അപ്പോൾ എന്നെ ഓർമ്മയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ വന്നുടനെ ചോദിച്ചത്. ഇവിടെ നിന്ന് 1.5 ആഴ്ചയായി അടിയൻ പോയിട്ട്. അത് മറന്നില്ലെന്ന് വിചാരിക്കുന്നു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ കോൾ എടുക്കാത്തതിനെ കുറ്റം ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ കോൾ എടുക്കാത്തതിന് ഞാൻ ആരോട് പോയി പരാതി പറയണാവോ? എൻ്റെ മുസാനേട്ടൻ്റെ വല്ല ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളോടെങ്കിലും പറയാം. ഇതതും ഇല്ലല്ലോ. അതെ, ഞാൻ വിളിച്ചിട്ട് എന്താ എടുക്കാത്തേ? ഞാൻ 3-4 ദിവസം തുടരെ വിളിച്ചു. എൻ്റെ ഒരു വിഷമം പറയാനാണ് വിളിച്ചത്. ഋഷിയേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മുസാനേട്ടനെ വിളിച്ചത്. അന്നേരം മുസാനേട്ടനും ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒറ്റയ്ക്ക് കൊണ്ടു നടന്നു. ഇന്ന് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പൊട്ടി. ഒരണക്കിന് നിങ്ങളാരും എടുക്കാത്തത് നന്നായി. അങ്ങനെ പൊട്ടിയോണ്ടാ ഞാനും വികാശമായിട്ടുള്ള പ്രോബ്ലമൊക്കെ സോൾവ് ആയത്. പ്രോബ്ലം? എന്ത് പ്രോബ്ലം? ഞാൻ എടുക്കാത്ത കാര്യം വേറൊന്നുമല്ല. ഞാൻ നിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയായിരുന്നു ബിസി ആയിരുന്നത്. ഒരു CCTV ഫുട്ടേജും പിന്നെ അത് ക്ലിയർ ചെയ്യേക്കാം, അങ്ങനെ കുറച്ച് പരിപാടിയായിരുന്നു. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ? ഒരു കാര്യം ചെയ്യാം, എനിക്ക് എന്തായാലും ഒന്ന് ഫ്രഷ് ആവണം. നമുക്ക് ഗസ്റ്റ് റൂമിലോട്ട് മാറാം. അവിടെ നിന്ന് ബാക്കി പറയാം. വാ. നീ പെട്ടെന്ന് വന്നേ. നേരത്തെ അങ്ങോട്ട് ഇറങ്ങി ഓഫീസിൽ ചെന്നിട്ട് വേണം അവിടെ ചെന്ന് അവനെയും കണ്ടിട്ട് സംസാരിച്ചിട്ട് വരണേ. അമ്മ എന്തിനാ ഇങ്ങനെ അങ്ങോട്ട് ഓടിക്കൊണ്ട് നടക്കുന്നത്? അമ്മ എന്തെങ്കിലും ഇവിടെ വല്ല സദ്യ ഒരുക്കുന്നുണ്ടോ? നല്ല മണം. ഓ നശിപ്പിച്ച്. എടാ മോനെ, നീ കഴുതയാണെന്ന് എനിക്കറിയാം. അത് ഇത്രയും വലിയ ദാരിദ്ര്യം പിടിച്ച രീതിയിൽ കഴുതയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എടാ, ഈ മണക്കുന്ന സദ്യയുടെ മണമാണോ? ചിക്കൻ്റെ മണമല്ലേ? കഴുതേ. ബിരിയാണി വെക്കുക. രാത്രി അച്ഛൻ വരത്തില്ലേ? രാത്രിയൊക്കെ ആകുമ്പോൾ ഇങ്ങ് എത്തില്ലേ? അന്നേരം അച്ഛന് കൊടുക്കാനും പിന്നെ നമുക്ക് തിന്നാലോ. ചുമ്മാ ഒരു സന്തോഷം. 2-3 ആഴ്ചക്ക് 1.5 ആഴ്ചക്ക് ശേഷമല്ലേ അച്ഛൻ വരുന്നേ? അതുകൊണ്ട് അമ്മ ബിരിയാണിയൊക്കെ വയ്ക്കുന്നത് എൻ്റെ കൊലച്ചോറാവാതിരുന്നാൽ മതിയായിരുന്നു. ദൈവമേ, ബിരിയാണിയൊക്കെ വെച്ച് അച്ഛനെ സ്വീകരിച്ച് കയറ്റിയിട്ട് വിഷ്ണു അച്ഛൻ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്തോ എൻ്റെ പൊന്നെ പനമ്പള്ളി ദേവി. നീ എന്താണ് ഇങ്ങനെ ചുണ്ടിൻ്റെ ഇടി വെച്ച് എന്തൊക്കെയോ കുരുകുരുവിനോ പറയുന്നേ? എന്തേലും പറയാണെങ്കിൽ ഉറക്കെ പറയടാ, ഞാനും കൂടെ കേൾക്കട്ടെ. അല്ല, നീ ഓഫീസിൽ പോന്ന്? അതൊക്കെ അല്ല, നീ ഇതെങ്ങോട്ടാ ഒരിയും കെട്ടി? എവിടെ പോവാ? എന്നോട് എവിടെയും പോകുന്ന കാര്യം ഇന്നലെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. അതെ, പറഞ്ഞില്ല. അത് ഞങ്ങൾ കുറച്ച് മുമ്പേ എടുത്ത തീരുമാനം അമ്മ. പെട്ടെന്നിങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. അതാ, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ ഞങ്ങൾ അമ്മ അറിയാതെ എവിടെ പോവാൻ? വേറെ എവിടെയും പോണില്ല. ഓ ഐ സി. എടാ കള്ളത്തിരുമാലി, നിനക്കൊന്നാമത് നുണ പറയാൻ അറിയത്തില്ല. പിന്നെ നിന്റെ ഈ അടിയുണ്ടല്ലോ, അത് കൊച്ചിലെ തൊട്ടേ ഞാൻ കാണാൻ തുടങ്ങിയതാ. ഇനി നീ അവിടെ നിന്ന് ബബ അടിച്ചാൽ നിന്റെ ചെവുക്കറി ഞാൻ അടിച്ച് പൊട്ടിക്കും. ഓരോ കൊള്ളത്തരം. എടാ, നീ വിൽക്കാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി നീ പറയാൻ പോകുന്ന കള്ളമാണ്. അവൻ്റെ അമ്മൂമ്മയുടെ ഒരു എവിടെയാടാ പോകുന്ന ആരു? എന്നോട് പറഞ്ഞിട്ട് പോയാന്ന്. അല്ലെങ്കിൽ തന്നെ ഞാനത് നിന്നൊക്കെ രണ്ടിനെ പിടിച്ച് വിഴുങ്ങുമോ പച്ചക്ക്? ഓ, എവിടെയാ മോനെ പോന്നെ? അതമ്മ, അതായത് അതമ്മ, ഞങ്ങൾ
തൃശ്ശൂരിനെ ഒന്ന് കാണാൻ പോവാ. 1.5 ആഴ്ചയായില്ലേ, അന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് കണ്ടതല്ലേ. പിന്നെ ത്രിലോകിനും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അമ്മയോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ. പോരാണ്ടിന്ന് അച്ഛൻ വരത്തില്ലേ, വിഷ്ണു അച്ഛൻ വന്നാൽ പിന്നെ എനിക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇറങ്ങിയതാ. ആ ബെസ്റ്റ്. അതിന് നീ പേടിത്തൂറിയം കൊണ്ടാണ് ഇറങ്ങിയത്. അവിടെ ഉള്ളവരവനെ തല്ലിക്കൊല്ലത്തില്ലേ പോയി കഴിഞ്ഞാ? അല്ല, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നേ. ഇപ്പൊ എന്ത് ധൈര്യത്തിലാണോ അവ ഇറങ്ങി തിരിച്ചിരിക്കുന്നേ? എന്താ നിന്റെ ഭർത്താവിന്റെ ധൈര്യത്തിലായിരിക്കും അല്ലേ? ആ, അതെനിക്ക് മനസ്സിലായി. എടാ ചെറുക്ക, ഇത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ഇന്ന് പോയി കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വരാനായിട്ട്. എവൻ ഓഫീസിൽ പോകാതിരിക്കും എന്ന് വിചാരിച്ചിട്ട് എവനോട് പറയാത്തെ. നിനക്ക് വേണമെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാന്ന് പറയാൻ നിൽക്കായിരുന്നു. എനിക്കും തൃശ്ശൂരൊന്ന് കാണാമായിരുന്നല്ലോ. ആ, ഇനിയിപ്പോൾ കുഴപ്പമില്ല. നിന്റെ ധൈര്യശാലിയായ ഭർത്താവ് കൂടെ വരുമല്ലേ, രണ്ടുപേരും കൂടെ പോയിട്ടോ. ഞാൻ പിന്നോടൊരു ദിവസം എന്തെങ്കിലും നുണ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം. പിന്നെ പോരാണ്ട് ഇനി അധികം ദിവസമല്ലല്ലോ, കൂടിപ്പോയാൽ ഒരു 10 ദിവസം അത്രയല്ലേ ഉള്ളൂ. അത് കഴിയുമ്പം അവങ്ങ് വരുമല്ലോ. പിന്നെ നിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ പറ്റണമെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ വീട്ടിലുള്ളവരെ കാണാം. അതുകൊണ്ട് എനിക്കൊന്ന് ഇന്ന് പോകുന്നത് നല്ലതെന്ന്. കൊണ്ടുപോടാ. കൊണ്ടുപോവാമേ. അമ്മേ, അന്ന് എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. അപ്പോഴത്തെ സിറ്റുവേഷൻസൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ അമ്മ പറഞ്ഞ പോലെ അവൻ ചിലപ്പം 8-10 ദിവസം കഴിയുമ്പോൾ ഇങ്ങ് വരുമായിരിക്കും. എന്നാലും ഞാനന്ന് ഓഫണേജ് വെച്ച് കണ്ടതാ അവനെ. അതിനുശേഷം ഞാൻ കണ്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഓരോന്നൊക്കെ ചിന്തിച്ച് കൂട്ടുമോ വീണ്ടും. അതുകൊണ്ട് ഒന്ന് പോയി കാണണം. പിന്നെ കുറച്ച് കാര്യം പറയണ്ട അവനോട്, അതാ അത്യാവശ്യം. അതെന്ത് കാര്യം? ആ, എന്തേലും ആവട്ടെ. ഇത് എന്ത് കാര്യമായാലും എന്ത് പറയാനായാലും നേരത്തെ കാലത്തെ പറഞ്ഞിട്ട് രണ്ടും ഒന്ന് വീട്ടിൽ എത്തിക്കണം. രാത്രി അച്ഛൻ വരുന്നതാ, ഞാൻ പറയണ്ടല്ലോ. വന്നിട്ട് നീയൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉത്തരവില്ല. ഇവ ഓഫീസിലാണെന്നെങ്കിലും പറയാം. ഓഫീസിൽ വിളിച്ച് ചോദിച്ചാൽ അതും 8 നിലയിൽ പൊട്ടും. പിന്നെ അവൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. അല്ല, നിങ്ങൾ ഓഫീസിൽ പോയിട്ടാണോ അവനെ കാണാൻ പോകുന്നത്, അത് അവനെ കാണാൻ പോയിട്ടാണോ ഓഫീസിലോട്ട് പോകുന്നത്? അത് എങ്ങനെയാ? എൻ്റെ അമ്മേ, ഞങ്ങളവിടെ കിടക്കാനൊന്നും അല്ല പോകുന്നത്. ജസ്റ്റ് അവനെ കാണണം, കുറച്ച് കാര്യം പറയണം, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഓഫീസിലോട്ടാണ് പോകുന്നത്. ഓഫീസിൽ നിന്ന് നേരെ അവൻ്റെ അടുത്തോട്ട്. എന്നിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങും. അധികം അവിടെ നിൽക്കത്തൊന്നുമില്ല. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമില്ലേ, അന്നേരം പോയി കണ്ടിട്ട് വരാമെന്നാണ് പ്ലാൻ. ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഇനി ഞാനങ്ങനെ 10 മിനിറ്റ് ലേറ്റായാൽ അവിടെ ഉള്ളവന്മാർ മൊത്തം എനിക്ക് പറയാം. അച്ഛനോട് വിളിച്ച് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ്. ആ, നീ ഈ ഒടുക്കം പറഞ്ഞ കാര്യം ഞാൻ നിന്നോട് പറയാൻ വരുമായിരുന്നു. ഓഫീസ് മൊത്തം നിനക്ക് ശത്രുക്കളെന്നല്ല, പാരകൾ. അച്ഛനോട് കൂറുള്ളവരാ അവിടെ ഉള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടനോട് എല്ലാം വിളിച്ച് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നുമുൻ അധികം ലയിക്കാൻ വന്നിക്കണ്ട. പോവാ, എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം. പെട്ടെന്ന് തന്നെ അങ്ങ് പോയേക്കണം. നീ ഒറ്റയ്ക്ക് പോകുന്നതിനും പിന്നും വെച്ച് സഹിക്കും. ഈ ചെറുക്കൻ കൂടെ ഉള്ളതാ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് നീ മറക്കണ്ട. ഈ ചെറുക്കനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്കറിയാമല്ലോ. ആ, നീയായിട്ട് ഇനി ബന്ധം പുതുക്കാം അവനെ കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ഇവിടെ വന്നിട്ട്. പിന്നെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാന്ന് പറയാൻ പറ്റും. ഇപ്പം അവനെ പഠിക്കാനെങ്കിലും വിടുന്നുണ്ട്, പിന്നെ ഇനി അതിനും വിടത്തില്ല. അല്ലെങ്കിൽ അവനെ കോളേജിൽ പോലും വിടുന്നില്ല. അതെന്തുകൊണ്ടാണെന്നൊക്കെ നിനക്കറിയാമല്ലോ. റോയി ഒരിക്കൽ അവനെ കാണാൻ പോയി എന്നും പറഞ്ഞുകൊണ്ടാ കോളേജിൽ പോലും വിടാത്തത്. അത് നിന്റെ തന്ത കഷ്ടകാലത്തിനും കണ്ടുകൊണ്ട് പോയി. എന്നാൽ റോയി ഒന്നും മിണ്ടുപോലും ചെയ്തില്ല അവനോട്. ഇങ്ങനത്തെ ചെറിയ കാരണം മതി വിഷ്ണുവേട്ടനെ, ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് പൊന്നുമക്കൾ പോയിട്ട് അപ്പം തന്നെ തിരിച്ച് ഓഫീസിൽ പോയേക്കണം. ഒരു ഡൗട്ടും തോന്നരുത്. വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകാമെന്നോ മറ്റോ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ അതേ കയറി ചോദ്യം ചോദിക്കാൻ അവിടെ ആരും എന്തായാലും വരത്തില്ല. പിന്നെ ഇത് അച്ഛൻ്റെ ചെവിയിൽ എത്താതിരുന്നാൽ അത്രയും നല്ലത്. ആരും കാണാണ്ടിരുന്നാൽ മതി നീക്ക് രണ്ടും കൂടെ അങ്ങോട്ട് പോകുന്നത്. നേരം നിന്ന് ടൈം കളയാണ്ട് ഓഫീസിൽ പോകാൻ നോക്കും. എന്നിട്ടേ നോക്കിയും കണ്ടൊക്കെ പോയിട്ട് വരണം. ഓരോ പ്രശ്നത്തിൽ പോയി ചാടരുത്. ആ, പിന്നെ എന്തോ പറയാൻ പോവാന്ന് പറഞ്ഞാൽ കേട്ടിട്ട് പറയുക. എന്തോ കാര്യമായിട്ട് എന്തൊക്കെയാണ് നീയൊക്കെ അവനോട് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അല്ലേലേ അവ ഇവിടെ നിന്ന് മാറി നിന്നിട്ട് ആ വീട്ടിൽ പോയിട്ട് എങ്ങനെയാ ഏത് രീതിയിലാണ് എന്നൊക്കെ ആലോചിച്ച് എനിക്ക് ടെൻഷനായിരുന്നു. ഞാൻ ആ ബർത്ത്ഡേക്ക് പോയി കണ്ടപ്പോൾ മനസ്സിലായി അവ ഇവിടത്തെ കാല് രാജാവായിട്ട് അവിടെ കിടക്കുന്നതെന്ന്. അവൻ്റെ ഉള്ള സമാധാനം രണ്ടും കൂടെ പോയി കളയരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. അന്തസ്, നമ്മളിത് പറയുന്നതോടുകൂടി അവൻ്റെ സമാധാനം പോവുമല്ലോ. നമ്മളെന്തിനമ്മ സമാധാനമൊക്കെ കളയുന്നേ? എൻ്റെ പൊന്നമ്മ, ഞങ്ങൾ ചുമ്മാ ഒന്ന് കണ്ടു സംസാരിക്കാൻ പോകുന്ന അല്ലേ ത്രിലോകെ? പിന്നെ
എനിക്ക് കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഇവനും വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളമ്മ. അല്ലാതെ അവൻ്റെ സമാധാനം കളയാൻ വേണ്ടി ഞങ്ങൾ എന്ത് പറയാനാ. പിന്നെ അവ ഇപ്പം ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന അവിടെയാന്ന് ഞങ്ങൾക്കും അറിയാമല്ലോ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങേരുടെ അല്ലേ മക്കള് നീയൊക്കെ. അങ്ങേരുടെ പകുതി കുണം നിന്റെയൊക്കെ രക്തത്തിൽ കാണുമല്ലോ. മിണ്ടാതിരിക്കുന്നവരെ കുത്തിയിറക്കി സമാധാനം കളയാന്ന് പറയുന്നത് നിന്റെയൊക്കെ തന്തയുടെ ഹോബിയാണല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. പെട്ടെന്ന് നേരത്തെ കാലത്തിൽ പോയിട്ട് വരാൻ നോക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ ചെറുക്കനെ തിരക്കിന്ന് പറ. ഇന്നലെയും കൂടെ വിളിച്ചായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര മഴയും വെള്ളമെന്നൊക്കെ അല്ലേ പറഞ്ഞേ. അതുകൊണ്ടാ ഒന്ന് പറഞ്ഞേര്, സേഫായിട്ടിരിക്കാൻ പറ. ആ ശരി മാ, എന്നാൽ ഞങ്ങൾ ഇറങ്ങാം. ബൈ. ഓ ഫൈനലി എൻ്റെ മുസാനേട്ട ഒരാൾക്ക് ഫ്രഷ് ആവാൻ ഇത്രയും നേരമോ? എന്തോരം നേരമായി അതിനകത്തോട്ട് കയറിയിട്ട്? നിങ്ങൾ എന്നെ ടെയിൽ ഒട്ടിച്ചിട്ട് കുളിക്കുമായിരുന്നു. നിങ്ങൾ എന്നെ ടെൻഷൻ എടുപ്പിക്കാണ്ട് കാര്യം പറഞ്ഞേ. ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ താഴോട്ട് പോലും പോകാണ്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ഇത്ര നേരം. എന്തോ പറയണമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നില്ലേ? എന്താ? അതവിടെ നിൽക്കട്ടെ. നീയും ഇഗോഷായിട്ട് എന്താ പ്രോബ്ലം? ഞാൻ പറയണമെന്ന് പറഞ്ഞ് വന്ന കാര്യം എന്തായാലും നിനക്ക് ഹാപ്പി ന്യൂസാണ്, എനിക്കും ഹാപ്പി ന്യൂസാണ്. അത് വിട്. നീ ഇഗോഷായിട്ട് എന്താ പ്രോബ്ലം അത് പറ. പ്രോബ്ലത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. നിങ്ങൾ ഒന്ന് എല്ലാവരും പോയില്ലേ? പോകുന്നതിൻ്റെ അന്ന് രാത്രി, അതായത് പിറ്റേന്ന് നിങ്ങൾ പോയി. അതിൻ്റെ തലേന്ന് രാത്രി ഞാൻ ഇഗാഷ് എന്നെയും പ്രപ്പോസ് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമെന്നൊക്കെ പറഞ്ഞതാ. കിസ്സി തുടങ്ങി കുറച്ച് ഓവറായിട്ട് പോകുന്നതിന് മുമ്പ് ഇഗാഷ് ചാടി എണീറ്റിട്ട് ഞാൻ ഗസ്റ്റ് റൂമിൽ കിടക്കാം, ഇവിടെ കിടന്നാൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞു പോയി. അന്നേരം ഞാൻ കാര്യമാക്കിയില്ല. പിന്നീട് നിങ്ങൾ പിറ്റേന്ന് പോയി. അതിന് ശേഷം ഇന്ന് മുസാനേട്ടൻ വരുന്നതിന് കുറച്ച് മുന്നേ വരെ എന്നെ ഭയങ്കര അവോയ്ഡിങ് ആയിരുന്നു. ഞാൻ ലാസ്റ്റ് കരഞ്ഞു. അന്നേരമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ വലിയ കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. ബിക്കോസ് ഒരിക്കൽ ഞാൻ അങ്ങനെ പറഞ്ഞ് പറ്റിക്കുമ്പോഴാക്കിയല്ലേ. അതെനിക്ക് തോന്നിയതാ. പിന്നെ അച്ഛൻ അവനെ കുറേ കാര്യം പറഞ്ഞു. ഇപ്പം എല്ലാം ഓക്കെ. ഞങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തു. ഇക്കാഷിന് എന്നെയും എനിക്ക് ഇക്കാഷിനെ ഇഷ്ടമാണ്. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഇക്കാഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായിരുന്നു, അല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഞാനൊരുപാട് വിഷമിച്ചു. അന്നേരമാണ് ഞാൻ മുസാനേട്ടനെ വിളിച്ചത്. പക്ഷെ മുസാനേട്ടൻ ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ ഋഷിയേട്ടനെ വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ്. അതിനെക്കുറിച്ച് ഇക്കാഷിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവരുടെ ഫാം ഹൗസ് ഏതോ ഗുഹയ്ക്കകത്ത് കാട്ടിനകത്തൊക്കെ ആണെന്നു. പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല. പിന്നെ അവർ സെറ്റായോ ഇല്ലേ ഒന്നും അറിയത്തുമില്ല. എല്ലാം കൂടി ആയപ്പോൾ ഞാൻ ആകെ ഒരുമാതിരിയായി. അതത്രേ ഉള്ളൂ. ഇനി മുസാനേട്ടൻ പറ. ഇതായിരുന്നാ? ഞാനാകെ പേടിച്ച്. ഞാനിനി എല്ലാം സെറ്റാക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നീയൊക്കെ രണ്ട് അടിച്ച് പിരിഞ്ഞോന്ന് വിചാരിച്ചു. ഭാഗ്യം. ഈ കൺഫ്യൂഷൻ അവനെന്താ വരാത്തെന്ന് ഞാൻ മുമ്പേ വിചാരിക്കുമായിരുന്നു. ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചതാ. പക്ഷെ അവൻ താമസിച്ചായി കൺഫ്യൂഷൻ വന്നത്. ഞാനായിരുന്നെങ്കിലും എനിക്കും ഈ കൺഫ്യൂഷൻ വന്നേനെ. കാരണം നീ ലണ്ടനിലൊക്കെ വളർന്നതല്ലേ. അവൻ്റെ ഒരു ചിന്താഗതി വെച്ച് അവൻ ചിന്തിച്ചപ്പോൾ അങ്ങനെ തോന്നിക്കാണും. മേ ബി ഞാനാണ് അവൻ്റെ സ്ഥാനത്തെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ. അതുകൊട്ടെ. അല്ല, ഋഷിയുടെ കാര്യം നീയും അറിഞ്ഞില്ലല്ലേ? എനിക്കും ഒരു പിടിയില്ല അവരുടെ കാര്യം എന്താണെന്ന്. വിളിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ലല്ലോ. ഈ കാശിനെന്തോ രാവിലെ വിളിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം ഇലയ്ക്ക് മുള്ളിൽ എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോഴേ ഇകാശനോട് പറഞ്ഞത്. അതുപോട്ടെ, അത് ഋഷി എങ്ങനെയാണ് സെറ്റ് ചെയ്തോളൂ. ഞാൻ പറയാൻ വന്ന കാര്യം മറന്നല്ല. നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ തിരക്കി. ആ പബ്ബിലെ മുതലാളി ഞാൻ ഒന്ന് പറഞ്ഞില്ല ഇതിനോട്. ചെറുതായിട്ട് എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ കാലും കൈയും പിടിച്ചൊക്കെ ഫുട്ടേജ് ഞാൻ ഒപ്പിച്ചായിരുന്നു. ഫുട്ടേജ് ഒപ്പിച്ച് അത് മൊത്തം തീർന്നിരിക്കുമായിരുന്നു. അതായത് മൊത്തം പോയിരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്,
അവൻ ഇമാതിരി ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്, അവൻ്റെ കൊടുത്തത് റിക്കവർ ചെയ്തെടുത്തു. ആൻഡ് ഹാപ്പി ന്യൂസ് ഈസ്, അത് അന്ന് നിൻ്റെ കൂടെ പബ്ബിലുണ്ടായിരുന്നതും നിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്തതും പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നിൻ്റെ വെർജിനിറ്റി നിന്നിൽ നിന്നും കവർന്നെടുത്തത്. നീ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ നീ ഫോഴ്സ് ചെയ്ത് അതിലോട്ട് വരുത്തിച്ച ആൾ വേറെ ആരുമല്ല, ഇക്കാശി തന്നെയാണ്. അതിൻ്റെ ഫുട്ടേജ് ഉൾപ്പെടെ എൻ്റെ കയ്യിൽ കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് റൂമിൽ കയറി പോകുന്നതും പിന്നെ രാവിലെ നീ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നതും ഒക്കെ. പിന്നെ നീ പറഞ്ഞില്ലേ അതിനുശേഷം നീ അത് അവിടെ ചെന്ന് തിരക്കിയപ്പോഴത്തേക്കും നിന്നെ തിരക്കി അവിടെ ഏതൊരു ചെക്കൻ വന്നെന്നാരോ നിൻ്റെ ഫ്രണ്ടിനോട് ആരോടോ പറഞ്ഞെന്ന്. അത് കാശ. ഞാൻ അവൻ്റെ ഫോട്ടോ കാണിച്ച് ഓണറിനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞായിരുന്നു നിന്നെ തിരക്കി അവിടെ ചെന്നത് അവൻ തന്നെയാണ്. പിന്നെ അവ എന്തുകൊണ്ട് നിന്നെ ഇപ്പം തിരക്കുന്നില്ല എന്നുള്ള കാര്യം അത് അവന് മാത്രമേ അറിയാവൂ. അന്ന് നിന്നെ അവിടെ തിരക്കി ചെന്ന് അത് ഇപ്പോഴൊന്നും അല്ല, അവൻ ഈ കമ്പനിയുടെ CEO പൊസിഷനിലൊക്കെ വരുന്നതിന് മുമ്പേ പഠിക്കുന്ന ടൈമിൽ. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് അതെനിക്കറിയത്തില്ല. ആൻഡ് മേ ബി എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ അവനതിന് ശേഷം കമ്പനി ചുമതലകൾ ഇതിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ട് വിട്ടുപോയി കാണും. അല്ലാണ്ട് വേറൊന്നും ആവാൻ സാധ്യതയില്ല. ആൻഡ് പിന്നെ ഇപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കാം. ഏതായാലും ഇപ്പോൾ അവന് നിന്നെ ഇഷ്ടം, നിനക്ക് അവനെ ഇഷ്ടം. ഇനിയിപ്പം നീ ആദ്യമായിട്ട് കിസ് ചെയ്തതും നീ ആദ്യമായിട്ട് ബെഡ് ഷെയർ ചെയ്തതും എല്ലാം അവൻ്റെ കൂടെയാണെന്ന് അറിഞ്ഞതിന് ഈ ലോകത്ത് മറ്റാരെക്കാളും നീ ആയിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത്. അതുപോലെ ഇത് അവ അറിഞ്ഞാൽ അവന് സന്തോഷിക്കും. ഇതേതായാലും ഞാൻ പോകുന്നതിന് മുമ്പേ അവനോടും കൂടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അയ്യോ നോ ആക്ച്വലി ഇതറിഞ്ഞതിൽ ഐ എം സോ ഹാപ്പി. ബട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു മുസാനേട്ടനോട് ഇതിലോട്ട് ഞാനാ ഈ കാശിനെ വലിച്ചിട്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞ് കാശ് അറിഞ്ഞാൽ മതി. മുസാനേട്ടൻ ഇത് പറയണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു സോറി പറയണം. അതിനുശേഷം അത് ഞാനാന്ന് പറയണം. അതിനുശേഷം എന്താ വരുന്നത് അത് അതുപോലെ തന്നെ വന്നോട്ടെ. അത് മുസാനേട്ടൻ പറഞ്ഞ് ഇക്കാശ് ചെയ്താലും അറിയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാൻ തിരക്കി നടക്കുമായിരുന്നു എന്നും ഇപ്പോഴാണ് കണ്ടു കിട്ടിയെന്നും അതിനെന്നെ മുസാനേട്ടനെ ഹെൽപ്പ് ചെയ്തെന്നും ഞാൻ പറഞ്ഞിട്ട് മുസാനേട്ടൻ ഇത് ഇക്കാശിനോട് പറയാത്തതെന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളാം. ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഒരു മൂന്നാമനായിട്ട് മുസാനേട്ടൻ കയറണ്ട. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം മുസാനോട് പറഞ്ഞു എന്ന് ഇക്കാശ് അറിയും. അത് ചിലപ്പോൾ ഇക്കാശ് എങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ നടന്ന പേഴ്സണൽ കാര്യമല്ലേ. അത് ഇക്കാശ് പോലും മുസാനോട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാനത് മുസാനോട് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അത് മോശമാണ്. അത് മാത്രമല്ല ഇത് എനിക്ക് തന്നെ പറയണം മുസാനേട്ടാ. അതാ എന്തുകൊണ്ട് നല്ലത്. അതുകൊണ്ട് മുസാനേട്ട ഇത് പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ഇന്ന് രാത്രി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലാണല്ലോ, അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. പിന്നെ ഇന്ന് റോയങ്കിൾ വരുമെന്നാണ് പറഞ്ഞത്, ചിലപ്പോൾ നൈറ്റ്. അവരൊക്കെ വന്നിട്ട് ഞാൻ സമാധാനമായിട്ട് സംസാരിച്ചോളാം. ഫൈൻ, അത് മതി. എൻ്റെ ഒരു ഇതിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മേ ബി അതായിരിക്കും നല്ലത്. കാരണം നീ പറഞ്ഞതുപോലെ ഇത് അവൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതിനെന്തെങ്കിലും അവൻ്റേതായ റീസൺ ഉണ്ടെങ്കിൽ അതിന് മോശമല്ലേ. ഓക്കെ, നീ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങളിവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ ഈ വീട് മുഴുവൻ നോക്കി. ഞാൻ നിങ്ങളെ ഹോളിൽ കാണാത്തതുകൊണ്ട് ഗാർഡനും ഉള്ള സ്ഥലം മുഴുവൻ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ, അത് പറയാൻ വേണ്ടി വിളിക്കാൻ വന്നതാ രണ്ടിനെ. കാണണ്ടേ? അല്ലടാ, നീ ഒരാഴ്ച കഴിഞ്ഞാലേ പോകത്തുള്ളൂ. നോ വേ മോനെ, നടക്കത്തില്ല. ഞാൻ എത്ര ദിവസമായെന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടെന്നാ നിൻ്റെ വിചാരം? നിൻ്റെ ഒറ്റൊരുത്തൻ്റെ വാശിയാർന്നാ ഞാൻ ജൈതുവിൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് അഭിനയിക്കാനായിട്ട് ഇങ്ങോട്ട് ഓടിപ്പറച്ച് വന്നത്. പിന്നെ എനിക്ക് അവനോട് കുറച്ചൊരു താല്പര്യം ഉണ്ടായിരുന്നു, അത് പണ്ട്. അതെന്താന്നൊക്കെ എനിക്ക് എൻ്റെ തൃശു മോന മനസ്സിലാക്കി തന്നത്. അതുകൊട്ടെ എടാ, നടക്കത്തില്ല. നിൻ്റെ ഫോണിലോട്ട് വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഞാൻ അറിഞ്ഞായിരുന്നു. എടാ, എൻ്റെ ഫോണിൽ ഇത്രയും ദിവസം വാപ്പ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് വരാമെന്നും പറഞ്ഞുകൊണ്ട് വാപ്പാരും ഉമ്മാരുടെ അടുത്തും പറഞ്ഞിട്ട് ഇറങ്ങിയതാ.
എന്നെ കാണാനില്ലാഞ്ഞിട്ട് അവിടെ കിടന്ന് കയറ് പൊട്ടിക്കാന്നാണ് ഇത്താത്ത വിളിച്ചവൻ പറഞ്ഞത്. എൻ്റെ പൊന്നു മോനെ, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ അമീർ ഹുസൈഖാൻ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അത് എനിക്ക് കാണാൻ വയ്യ. എന്തായാലും ഇന്ന് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്, നിൻ്റെ കൂടെ ആയിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും എനിക്ക് ഇന്ന് വീട്ടിൽ എത്തണം. 2-3 ദിവസമായിട്ട് ഉമ്മ ഒരേ വിളിയാ, മോനേ പ്രശ്നമാവും എന്നും പറഞ്ഞുകൊണ്ട്. നിനക്കറിയാമല്ലോ, കമ്പനി കാര്യങ്ങളിലൊക്കെ ഞാൻ തിരിഞ്ഞു പോലും നോക്കാത്തതുകൊണ്ട് വാപ്പാക്ക് ഒന്നാമത് എൻ്റെ അടുത്ത് ദേഷ്യമാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെയാണെന്നും കൂടെ അറിഞ്ഞ് ഞാൻ ഇവിടെ 2 ദിവസം കൂടെ നിന്ന് കഴിഞ്ഞാൽ വാപ്പ ഉറപ്പായിട്ടും വരും. പിന്നെ ആകെപ്പാടെ സീന് പോളാവും. പോരാണ്ട് ഇന്ന് അങ്കിളും കൂടെ വരിക. എനിക്കാണെങ്കിൽ നല്ലത് ഞാൻ ഇവിടെ നിന്ന് സ്കൂട്ടാവുന്നതാണ്. എൻ്റെ റോൾ ഇവിടെ കഴിഞ്ഞു പോയേ. ഞാൻ എന്തായാലും ഇന്ന് പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ ഇറങ്ങും. ഞാനൊന്ന് ഫ്രഷ് ആവാനായിട്ടാണ് കയറി വന്നത്. പിന്നെ ഈ ചെറുക്കനോട് എനിക്ക് 2-3 കാര്യം പറയണ്ടായിരുന്നു, അതും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിയുമ്പോൾ ആ നിൻ്റെ വാപ്പ വിളിച്ചപ്പോൾ ഞാനും അതാ പറഞ്ഞത് നീ എൻ്റെ കൂടെ ഉണ്ടെന്ന്. നീ അങ്ങാണ് എടുത്തില്ല, എടുത്തിട്ട് നീ എൻ്റെ കൂടെ അല്ലെന്നങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഓ അതേതായാലും നല്ല കാര്യമായി, വളരെ ഉപകാരം മോനെ. ചെല്ലാൻ നോക്ക്. പാവം, നീ എനിക്ക് വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ടെ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ 2 സെറ്റായോ എന്തോ ദൈവത്തിനറിയാം. ഏതായാലും വാ, നമുക്ക് കഴിക്കാം. എൻ്റെ പൊന്ന് ചെയ്തു, ഞാൻ പറയുന്നതെന്ന് കേക്ക്. കഴിഞ്ഞ 1-1.5 ആഴ്ചയായിട്ട് ഞാൻ നിൻ്റെ പിറകെ ഈ സെയിം കാര്യം പറഞ്ഞുകൊണ്ട് നടക്കാം. നിൻ്റെ കാല് പിടിച്ച് വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം. എടാ, അന്നേരം എൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെ ആയിരുന്നു. നീ എന്താ മനസ്സിലാക്കാത്തത്? നീ ഒന്ന് എൻ്റെ സ്ഥാനത്തൊന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ സ്ഥാനത്ത് നീ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. എന്നെ അത്രയും കാലം എടുത്ത് വളർത്തിയത് ആരാന്ന് നിനക്കറിയാമല്ലോ, അപ്പയാ. എനിക്ക് അപ്പയോട് പെട്ടെന്ന് അങ്ങനെ അപ്പയുടെ മോനെ ഞാൻ സ്നേഹിക്കാം. അപ്പം ചിലപ്പോൾ വിചാരിച്ചാലോ, എനിക്കപ്പം തന്ന ആ ഒരു സ്ഥാനം അതിനെ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തെന്നോ, അല്ലെങ്കിൽ അതിനെ മുതലെടുത്താണ് ഞാൻ നിന്നെ സ്നേഹിച്ചതെന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നീറ്റ് മനസ്സിലാക്കി. ഞാൻ പറയുന്ന അറ്റ്ലീസ്റ്റ് കേൾക്കെങ്കിലും ചെയ്യും. എനിക്കൊരു ചാൻസ് കൂടെ തന്നൂടെ ചെയ്തു. അയ്യോ, ഞാൻ പറഞ്ഞു എൻ്റെ പിറകെ കിടക്കാൻ കഴിഞ്ഞ 1-1.5 ആഴ്ചയായിട്ട്. ഇല്ലല്ലോ, താനെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്നതല്ലേ. എന്നിട്ട് നിന്ന് കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പറച്ചിട്ട് കൂടുതലാണ്. ഇത് ഹ്യൂമനാണോ ടേക്കുക്കാണോ എന്ന്. നിൻ്റെ എൻ്റെ സീൻ കാരണം അവർ പറയുന്നത് കൂട്ടി പോലും. അതുകൊണ്ട് അവന്മാർക്ക് സ്പേസ് കൊടുത്തിട്ട് പെട്ടെന്ന് എന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. നീ എന്താ നാട്ടുകാരെ നോക്കിയിട്ടാണോ ജീവിക്കുന്നത്? എടാ, ഞാൻ പറയുന്നത് കേക്ക് ചെയ്തു. അപ്പൊ ഇന്ന് വരും. ഇവിടെയാണെങ്കിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നാളെ പോകണം. അതിനു മുമ്പ് നീ ഞാനായിട്ടുള്ള എല്ലാ പ്രശ്നവും തീർത്തിട്ട് ചെല്ലാന്ന് ഞാൻ ഈ കാശിന് വാക്ക് കൊടുത്തതാ. രാവിലെ വിളിച്ചപ്പോ കൂടി ചെയ്തു. നീ എന്നെ വെറുതെ പരീക്ഷിക്കരുത് പ്ലീസ്. എടാ, നീ എന്നത്തെ മനസ്സിലാക്ക്. എൻ്റെ സിറ്റുവേഷൻസ്, എൻ്റെ സാഹചര്യങ്ങൾ എല്ലാം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അതിനെ അപ്പ പറഞ്ഞാൽ പോലും ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. നീ ഇനിയെങ്കിലും എന്നൊന്ന് മനസ്സിലാക്കും. അതിന് നിന്നെക്കൊണ്ട് പറ്റത്തില്ല. ഋഷി. നാളൊരു സമയം ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, അത് തന്നെ എനിക്കിനിയും പറയാനുള്ളത്. നാളൊരു സമയം അപ്പം വന്ന് നിന്നോട് പറയാം, എൻ്റെ മോനെ ഉപേക്ഷിച്ചിരിക്കുക ഋഷി, അത് ശരിയാവത്തില്ല എന്ന്. അന്നേരം നീ കണ്ണും പൂട്ടി എന്നെ കളയും. അതിന് കെട്ടിയിട്ടായിരുന്നാലും നീ ഡിവോഴ്സ് ചെയ്യാനും മടിക്കത്തില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം ഋഷി. അതുകൊണ്ട് നീ എടുത്ത പൊങ്ങാത്ത സത്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട, കേട്ടോ? ചെയ്തു, പ്ലീസ് പ്ലീസ്, കാല് പിടിക്കാം. എനിക്ക് വയ്യ, എനിക്ക് മടുത്ത് നിന്റെ പിറകെ നടന്ന് കഴിഞ്ഞ 1-1.5 ആഴ്ച. ഇപ്പൊ നീ ചോദിക്കും നീ പറഞ്ഞോ, എനിക്ക് നിന്നെ വേണം ചെയ്തു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് ഞാനിങ്ങനെ പട്ടിയെ പോലെ പിറകെ കിടക്കുന്നു. എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്. എനിക്കിഷ്ടമായിരുന്നിട്ട് ഞാനത് നിന്നോട് പറഞ്ഞില്ല. പല സ്ഥലത്ത് ഞാനത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പൊ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ മറച്ചു വെച്ചിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇനി എനിക്ക് നിന്നെ കിട്ടാതാക്കില്ല ചെയ്തു. പ്ലീസ്, എനിക്ക് സീരിയസ് പറ്റൂല ചെയ്തു. ഇനി നിന്നെ അപ്പ കളയാൻ പറഞ്ഞു. ശരിയാ, എനിക്കപ്പ പറയുന്നൊന്നും കേൾക്കാതിരിക്കാൻ പറ്റൂല, അതൊക്കെ ശരിയാ. പക്ഷെ ഞാൻ നിനക്ക് മുമ്പേ തന്ന പ്രോമിസ് ഉണ്ടല്ലോ, അത് ഞാൻ പാലിക്കും.
ഇനി ആർക്കു വേണ്ടി ഒന്നിനു വേണ്ടി നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. അപ്പൊ കളയാൻ പറഞ്ഞ ഞാനങ്ങ് മരിക്കും ചെയ്തു. എനിക്ക് നിന്നെ കളയാനും വയ്യ, അപ്പൊ കേൾക്കാനും വയ്യ. അപ്പൊ ഞാനങ്ങ് തീർന്ന ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യുമല്ലോ അല്ലേ? എനിക്ക് വയ്യ, പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. എന്നെ ഇങ്ങനെ വേണ്ടെന്ന് മാത്രം പറഞ്ഞ് നടക്കല്ല ചെയ്തു. ഋഷി കരയില്ല. ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞതും ഈ 1 വീക്ക് നിന്നെ അവോയ്ഡ് ചെയ്തതും നീ അല്ലാതെ വേറെ ആരും എൻ്റെ ലൈഫിൽ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് എനിക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല ഋഷി. സോറി, എനിക്കന്നേരം സഹിക്കാൻ പറ്റിയില്ല. ഞാനെന്നെ വിഷ് ചെയ്തപ്പോൾ നീ പറഞ്ഞതൊന്നും എനിക്ക് പെട്ടെന്ന് കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. നീ കരയല്ലേ? നിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചോണ്ടോ ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്ന? ഇല്ലെങ്കിൽ മഴയാണെന്നോ വെള്ളമാണെന്നോ ഒന്നും നോക്കാതെ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാന്. കരയല്ലേ പ്ലീസ്? എനിക്കറിയാൻ ചെയ്തു. ഞാൻ പറയുന്ന ഒന്നും ലോജിക്കല്ല. ഞാൻ പറയുന്ന ഒന്നും ഞാൻ ബന്ധങ്ങൾ എന്ന് പറയുന്ന നൂലാമാലയ്ക്കിടയിൽ പെട്ട് കിടക്കുക. പക്ഷെ ഇനി ഒന്നിനു വേണ്ടി നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല ചെയ്തു. അത് നീ മനസ്സിലാക്കും. എനിക്ക് നിന്നെ വേണം. അതിന് എന്ത് ചെയ്തിട്ടായാലും പ്ലീസ് ഡോണ്ട് ലീവ് മീ. ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞില്ലേ അന്നേരത്തെ ഇതിൽ പറഞ്ഞത്. നിനക്കൊരിക്കലും എന്നെ കളയാൻ പറ്റൂല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ വിട്ടു പോയിട്ടില്ലെന്ന് എനിക്കറിയാം. I love you ചെയ്തു. I love you so much. Thank you എൻ്റെ ലൈഫിലോട്ട് വന്നതിന്, ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളതിന്, ഇനി ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവുന്നതിന്. നീ അല്ലാതെ വേറെ ആർക്കും ഇതുപോലെ എന്നെ സ്നേഹിക്കാൻ പറ്റൂല ചെയ്തു. കരയില്ല ഋഷി. Love you too.